ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 100 രൂപ ചിലവ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് എല്ലാ കൂട്ടുകാർക്കും വീട്ടിൽ മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് ആണ് മെഷർമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, മെഷർമെൻറ്റ് കപ്പിന് പകരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഒരു 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് വരത്തുള്ളൂ. ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതെല്ലാം കൂടെ അടിച്ചെടുത്ത ശേഷം ഒന്നെങ്കിൽ 1/4 ഗ്ലാസ് പാം ഓയിലിനോ അല്ലെങ്കിൽ 1/4 ഗ്ലാസ് മെൽറ്റ് ചെയ്ത ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും 1/4 ഗ്ലാസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് ഇത്രയും കൂടെ അടിച്ചെടുത്ത ശേഷം നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു 1/2 ഗ്ലാസ് അളവിന് കോൺഫ്ലോറും 1/2 ഗ്ലാസ് അളവിന് മൈദയാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ മാത്രം വെച്ചിട്ട്, 1 ഗ്ലാസ് മൈദ മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു സോഡാപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതങ്ങ് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി കൂടി ചേർത്തിട്ടുള്ളത്. നല്ല പൊങ്ങി വരും. അപ്പോൾ ഇത്രയും കൂടി മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാല് കൂടി ചേർത്തിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യം സാധിച്ചെടുത്തിട്ടുണ്ട്. അത്രയും സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സാധാരണ ഒരു ഡബ്ബ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്കൊരു അല്പം ഓയിലോ ബട്ടറോ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യുക. എന്നിട്ടൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക കേട്ടോ. ബട്ടർ പേപ്പർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സുമീസ് വ്ളോഗ് ബട്ടർ പേപ്പർ എന്ന് സെർച്ച് ചെയ്താൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സ്റ്റീലിൻ്റെ ഡബ്ബ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വരും കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ആ ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ കേക്ക് വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിട്ട് കിട്ടും. എയർ ബബിൾസ് ഒന്നും തന്നെ കാണത്തില്ല. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടാക്കണം കേട്ടോ, എന്നിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കും. എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 40 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ശ്രദ്ധിച്ച് തുറക്കുക, നല്ല ചൂടായിരിക്കും. അലൂമിനിയത്തിൻ്റെ ആ ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്താ പറയുക, നല്ല ചൂട് തട്ടി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേക്കൊക്കെ വെന്ത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കേക്ക് ഒരു 3 ലെയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണം. ഞാനൊരു കേക്കിൻ്റെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കേക്ക് ബോർഡിന് പകരമായിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് പീസ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഒഴിക്കണം, ഓവർ ആവണ്ട, എന്നാലും അത്യാവശ്യം ഒഴിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു കേക്ക് ആ വെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് നേരത്തെ ചെയ്ത് വെച്ചേക്കുക. നല്ല തണുപ്പുള്ള സിറപ്പാണ് നമ്മളിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോഴും ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് ചെയ്യാണ് കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കത്തി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ കത്തി കാണുന്നില്ല അവിടെ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു രീതിക്ക് തന്നെ 3 കേക്കും വെച്ച് നമുക്ക് ഫുൾ ഇതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഇതുപോലെ ഏതെങ്കിലും ക്രഷ്, ഞാനിപ്പോൾ ബ്ലൂബെറി ക്രഷാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഫോറസ്റ്റിന് സാധാരണ സ്ട്രോബെറി ക്രഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഇത് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിനുള്ളിൽ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദ് നമുക്കിതിന് കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ ഈ ഒരു രീതിക്ക് തന്നെ 3 കേക്കും വെച്ച് ഫുള്ളൊന്ന് നമുക്ക് കവർ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് മിക്സിയുടെ ജാറിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളി സ്റ്റിഫായിട്ട് തന്നെ വരും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ള് കേക്ക് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കൂടിയിട്ട് ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ നമ്മളിത് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ നോസിലൊന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെ ഞാൻ ക്രീം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോസിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ നമ്മളിവിടെ കാണിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെറീസ് കൂടി വെച്ചാൽ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കായി. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ മടിച്ച് നിൽക്കുന്ന കൂട്ടുകാർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.